ഹലോ നമസ്കാരമുണ്ട്. നമ്മുടെ ഇന്നത്തെ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ശകാരിച്ചാൽ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒന്ന് ചെറുതായി ശകാരിച്ചാൽ പോലും അല്ലെങ്കിൽ പ്രണയം തകർന്നാൽ ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഓടുന്നവരായി ഇന്നത്തെ കുട്ടികൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കുറ്റമല്ല ഭായി, നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൂടിയാണ്. നമ്മൾ അവരെ വളർത്തുന്നത് ഒരു ഗ്ലാസ് കൂട്ടിലിട്ട മാതിരിയാണ്. വെയിലും മഴയും നനയാതെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ അങ്ങനെ അവരെ വളർത്തുന്നത്. എല്ലാത്തിനും മാർക്ക് മാത്രം നോക്കുന്ന നമ്മുടെ സ്കൂളുകൾ അവരെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. വീട്ടിലാവട്ടെ ഓവറായിട്ടുള്ള കരുതലാണ്, ഓവർ കെയറിങ് ആണ്. ഓവർ കെയറിങ് കൊടുത്ത് നമ്മളവരെ ഭീരുക്കളാക്കുന്നു. തോമസ് ആൽവ എഡിസൺ ഉണ്ടല്ലോ, അദ്ദേഹം 1000 തവണ പരാജയപ്പെട്ടിട്ടാണ് ഒരു ബൾബ് കണ്ടുപിടിച്ചത്. എബ്രഹാം ലിങ്കൺ തോറ്റ് തൊപ്പിയിട്ടിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി മാറിയത്. അവസാനം പരാജയങ്ങളാണ് മനുഷ്യരെ ശക്തരാക്കുന്നത് എന്നാണ് നമ്മൾ അവരൊക്കെ പഠിപ്പിക്കുക. മാറ്റം വരണം. പുസ്തകങ്ങൾ മാത്രം മാറിയാൽ പോരാ, കുട്ടികളെ മാറ്റിയെടുക്കാൻ നമ്മളവരെ മണ്ണിലിറക്കണം. അവരെ കൊണ്ട് ഗാർഡനിങ് ചെയ്യിപ്പിക്കണം. ഒരു ചെടി നട്ട് നനച്ച് വളർന്നു വരുന്നത് അതിൻ്റെ ഗ്രോത്തിങ് ഡ്യൂറേഷൻ അവർ കാണട്ടെ. അതിൻ്റെ ഗ്രോത്ത് അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കട്ടെ. ചിലപ്പോൾ അത് ഉണങ്ങിപ്പോയേക്കാം. ആ പരാജയത്തിൻ്റെ പാഠം അവർ ഉൾക്കൊള്ളട്ടെ, അവരത് കണ്ട് മനസ്സിലാക്കട്ടെ. അപ്പോൾ ആ പരാജയത്തിനെ ഉൾക്കൊള്ളാൻ, പരാജയത്തിനെ അതിജീവിക്കാൻ അവർ അത് പഠിക്കട്ടെ. വീട്ടിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കൂ. ഫോർ എക്സാമ്പിൾ, കറണ്ട് ബില്ല് പോയി അടക്കാൻ പറയൂ, അവരോട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറയും. അവരങ്ങനെ പൂച്ചക്കുട്ടികളെ പോലെയല്ല വളർത്തേണ്ടത്. ഏത് കൊടുങ്കാറ്റിലും തളരാത്ത കഴുകന്മാരെ പോലെ ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ്, തോറ്റു കൊടുക്കാനുള്ളതല്ല എന്ന് നമ്മളെ മക്കൾ പഠിക്കട്ടെ. മാറ്റം നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങട്ടെ.